നയിക്കാൻ ഇതാ സഖാവ് മന്മഥൻ. മൗസാണ് നമ്മുടെ ചിഹ്നം. തുടർ ഭരണത്തിന്റെ പുത്തൻ ഉണർവുകളുമായി നമ്മുടെ നാടിനെ മുന്നോട്ട് എന്തപ്പോ ഇതന്നെയുള്ളോ ഈ അനൗൺസ്മെന്റ് ഇപ്പൊ ജാഥയൊന്നും കാണാനില്ലല്ലോ. നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാണ്? ഈ നേരം പൊളിച്ചാകുമ്പോ ഇവിടെ വന്ന് കുത്തിരുന്ന് ഈ ജാഥ കാണുക, ഈ ചൂടത്ത് പെരേ കുത്തിരുന്നൂടെ? ഞങ്ങൾ പ്രായം നോക്കണ്ട. നിങ്ങള് ഏടോ ജാഥ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ നാടിന്റെ അങ്ങോട്ട് ഒരു ഉണർവുണ്ടാക്കണ സംഗതിയല്ലേ അത്? എന്തോണർവ്? എന്ത് വർത്താനേ പറഞ്ഞ ഏടോ എലക്ഷൻ എന്ന് പറഞ്ഞത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് റോഡ് നന്നാക്കലായി, കാണ നന്നാക്കലായി, തോരണം കെട്ടലായി, കൊടി വെക്കലായി, കാണാത്ത ആൾക്കാരെ മുഴുവൻ കാണലായി, മെമ്പർമാര്, അതുമാതിരിക്ക് നമുക്ക് ജയിച്ചു പോയിട്ടുള്ള MLA-മാര് ഇവരൊക്കെ നമ്മൾ കാണുന്ന സമയമാണ് അതൊക്കെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഏതെങ്കിലും പെരുന്നാളിന് ഇന്നേ വരെ റോഡ് നന്നാക്കണ കണ്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഓണത്തിന് കൊടി വെച്ച് തോരണം കെട്ടണ കണ്ടുണ്ടോ? ഇല്ല. അത് നമ്മുടെ ഇലക്ഷനാണ്. ഇലക്ഷൻ വന്ന അതിന്റെ ഒരു സാറ് വേറെയാണ്. ആരും എന്തും പറഞ്ഞോട്ടെ, ആരും എന്തും പറഞ്ഞോട്ടെ, സുഗതൻ ഞങ്ങളുടെ നേതാവ്, ഞങ്ങളുടെ നേതാവ്. സുഗതം മാഷേ നേതാവേ. പറഞ്ഞു തീർന്നില്ല. ജാതിയാടാ വരുന്ന സുഗതം നയിക്കുന്ന ജാതിയാ, വലിയ ജാതിയാ. ആരും എന്തും പറഞ്ഞോട്ടെ, ആരും എന്തും പറഞ്ഞോട്ടെ, സുഗതം ഞങ്ങളുടെ നേതാവ്, ആരും എന്തും പറഞ്ഞോട്ടെ, സുഗതം ഞങ്ങളുടെ നേതാവ്, സുഗതം മാഷേ മുന്നോട്ട്, മുന്നോട്ടങ്ങനെ മുന്നോട്ട്. ഓ എന്താ ഓന്റെ കൂടെ ആളില്ലല്ലോ പോയതോ? ആകെ രണ്ടാളേ ഉള്ളൂ. ഇത് കേൾക്കണോ? ഈ സുഗതൻ സ്കൂൾ മാസേനി. മാസം എന്ന് വെച്ചാൽ ഒരു എയ്ഡഡ് സ്കൂളിലെ മാസാ. ഇവിടുത്തെ മാനേജ്മെന്റ് സ്കൂളിലെ മാസേനി. ശരി. മാസ പണിക്കൊന്നും പഠിപ്പിക്കാനൊന്നും ഓൻ പോവില്ല. ഓൻ ഏത് നേരവും രാഷ്ട്രീയ. അങ്ങനെ ഇരിക്കുമ്പോ ഇവന് മത്സരിക്കാൻ ഒരു പൂതി വന്നു. മത്സരിക്കാൻ പൂതി വന്നപ്പോഴേക്ക് പിന്നെ മാനേജ്മെന്റ് സ്കൂളിലെ മാസന്മാര് മത്സരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു ഉത്തരവും വന്നു. പോയില്ലേ? ഓനെന്താക്കി? ഓൻ സ്കൂളിലെ പണിയായിട്ട് രാജിച്ച്. വേണ്ടത് രാജിച്ച് പുറത്തിറങ്ങി മത്സരിക്കാൻ നിന്നപ്പോ ഒരു പാർട്ടിക്കാർ സീറ്റ് കൊടുത്തില്ല. അതിന്റെ പ്രതിഷേധത്തിലാണ് ഓപ്പോ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നത്. ശരി. എല്ലാവർക്കും നമസ്കാരം. വേദിയിലെ ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ രതീഷ്, എന്റെ സഹപ്രവർത്തകരെ, നാട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്ന വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പലർക്കും അത്ഭുതമാണ്, എന്തുകൊണ്ടാണ് സുഗതൻ മാഷ് നമ്മുടെ നിയമസഭാ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്? പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഈ നാടിൽ അഹോരാത്രം പണിയെടുത്തവനാണ്. ലോക്കൽ കമ്മിറ്റി മുതൽ ജില്ലാ നേതൃസ്ഥാനത്ത് വരെ എത്തിയ എനിക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി നിർത്താമെന്ന് 100% ഉറപ്പു തന്നതിന്റെ പേരിൽ എന്റെ ജോലി രാജിവെച്ച് മത്സരത്തിന് തയ്യാറായി നിൽക്കുമ്പോൾ നാഷണൽ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത എന്നെ പിന്നിൽ നിന്ന് കുത്തി ഏതോ ഒരു വരുത്തനെ കൊണ്ടുവന്ന് ഇവിടെ സ്ഥാനാർത്ഥിയാക്കി. പാർട്ടിയെ വിശ്വസിച്ച എന്നെ ചതിച്ചു. എന്റെ ജോലി പോയി. അഹോരാത്രം പണിയെടുത്ത എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പക്ഷേ പാർട്ടി എന്നെ കൈവിട്ടാലും ഈ നാട്ടിലെ ജനങ്ങൾ എന്നെ കൈവിടില്ലെന്നതിന്റെ തെളിവാണ് ഇന്ന് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, എന്റെ അവസാന ശ്വാസം വരെ ഈ നാടിനും നാട്ടുകാർക്കും വേണ്ടി ഞാൻ പ്രവർത്തിക്കും. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എനിക്ക് നൽകി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിങ്ങളുടെ സുഗതൻ മാഷെ വിജയിപ്പിക്കണമെന്ന് താഴ്മയോടെ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. സോഡ കുടിക്കണോടെ? അവിടെ ഒരു 3 സോഡ പറ. ആ കടയിൽ നിന്ന് വേണ്ട, അവ ഉണ്ടായിരുന്നില്ല അവിടെ. ഈ കടയിലും അപ്പൊ എന്തായി നമ്മുടെ സ്ഥാനാർത്ഥികളുടെ പ്രചരണ ഗാനത്തിന്റെ കാര്യങ്ങൾ? അത് റെഡി ആയിട്ടുണ്ട് സാറേ. ഈ നമ്മുടെ UPF-ന്റെ പാരിജാതൻ അത് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ LPF-ന്റെ മന്മഥന്റെ ഒരു ചെറിയതായിട്ട് ഞാനൊരു ട്യൂൺ ഇട്ടിട്ടുണ്ട്. പാരിജാതന്റെ ആയത് അത് കേക്കട്ടെ. ഒന്നും ശരിയായിട്ടില്ലല്ലോ, എല്ലാം ശരിയാക്കിടേണം. UPF നാട്ടിൽ വന്നിടണം, വോട്ടൊക്കെ സൂക്ഷിച്ചമർത്തേണം. നമ്മുടെ നാടാകെ ശോഭനമാകുവാൻ
പ്യാരിജാതൻ തന്നെ വന്നിടേണം. ആ അത് കൊള്ളാലോ. പക്ഷെ ഈ പാട്ട് എവിടെയോ ഒരു ട്യൂൺ എവിടെ കേട്ട പോലെ തോന്നുന്നുണ്ടല്ലോ. ഇത് ഇന്നലെ രാത്രി ഇരുന്ന് ഞാൻ ചെയ്തതാ. ആണോ? ആ പക്ഷെ ഗംഭീര ട്യൂണായിട്ട് താങ്ക് യു സാർ. ഇത് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അതെല്ലേ? ആ ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ ട്യൂൺ വേറെ ആരെങ്കിലും മോഷ്ടിച്ചോണ്ട് പോകും. അയ്യോ ഞാൻ ഉറക്കളിച്ചിരുന്നുണ്ടാക്കിയത്, അത് പറ്റില്ല. ആ അപ്പൊ അത് ചെയ്യണം കേട്ടോ. സാറേ പാട്ട് പോരാ, താളവും രാഗവും പല്ലവി ഒരു സാധനം അതിൽ പറഞ്ഞിട്ടാ. പക്ഷെ ഒരു പതിഞ്ഞ പാട്ടല്ലേ ആളുകൾക്ക് നല്ലത്. ഇങ്ങനെ ആൾക്കാർ ഉറങ്ങിയിട്ട് കേൾക്കും സാറേ. ഇത് ഇലക്ഷനല്ലേ, പ്രചരണല്ലേ സാറേ. വേറെ ട്യൂൺ ഉണ്ടോ? വേറുണ്ട്. ദ്രുപട താളത്തിൽ പന്തുവരാളിയിലെ കീരാൻ കൊടുക്ക രാഗത്തിലെ ഒരു 2.5 ഞാൻ അങ്ങോട്ട് പിടുത്തം പിടിക്കാം. അത് പുതിയ സാധനമാണ് സാറേ. തീരാൻ കൊടുക്ക. അവകാശവാദമായിട്ട് ഒരാളും വരില്ല. അഥവാ പുറത്തുനിന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് ഞാനായിരിക്കും. വലിയ ഡയലോഗ് വേണ്ട. ഒന്ന് പിടിച്ചോ. ഗംഗലഗാലക ഗംഗലകം ജാലകലം ബംഗലകം ദന്തലകം ഗാലകലീകല ഗംഗലഗാലക ഗാലകലം മന്മത രാജകുമാര വിജയിക്കൂ. മനസ്സിലായി മനസ്സിലായി. ഇനിയുണ്ട്. വേണ്ട വേണ്ട, നമ്മളിപ്പോ നീ എന്തായാലും ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നാണല്ലോ. അതെ, അത് ചെയ്താൽ മതി കേട്ടാ. സംഗീതമാണ് സാർ. അതെ. അപ്പോ ഈ സ്ഥാനാർത്ഥികള് പിന്നെ ഈ ഫോട്ടോഷൂട്ടിന് വേണ്ടിട്ട് എപ്പോ വരും? നാളെയാണ് വരാൻ പറയണേ. ആര് പ്യാരിജാതൻ? രണ്ടുപേരും നാളെയാ. അതിനെന്തിനാ ഈ രണ്ടുപേരെ ഒരുമിച്ച് വിളിച്ചതെന്ന്? സാറേ ഒന്നിച്ചല്ല, രാവിലെ മന്മഥനും ഉച്ച കഴിഞ്ഞ് പാരിജാതനും, അങ്ങനെയാണ് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തേക്കണേ. ഇതെന്താ വിഷയം എന്ന് വെച്ചാല് ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രൊമോഷൻ വർക്ക് എടുത്തത് നമ്മളാണെന്നുള്ള കാര്യം അവരറിയണ്ട. ഇതിപ്പോ അവരെ അറിയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ അവര് നമ്മളറിയല്ലോ. രണ്ടുപേരും നമ്മളറിയുമല്ലോ, നമുക്ക് അവരറിയില്ലെങ്കിൽ. അതിന് നമ്മളറിഞ്ഞോട്ടെ, പിന്നെ അവരറിയാതിരിക്കുവോ? എന്റെ സാറെ കഴിവുള്ള വേറെ ആരെങ്കിലും വിളിക്കാമോ? അല്ലാതെ ഇത് ഫോട്ടോ എടുത്താൽ നന്നായിരിക്കും. അതല്ലേ ഒന്ന് വായടച്ച് വെക്കാൻ പറ. മണ്ടത്തരം ഇല്ലാതെ വാദം പറഞ്ഞാൽ പറയില്ല. ആ അപ്പൊ നമ്മുടെ മീറ്റിംഗ് കഴിഞ്ഞു. അപ്പൊ നാളെ ഫോട്ടോഷൂട്ട്. സാർ ഒന്ന് ഇങ്ങോട്ട് നോക്കാമോ? ഒന്ന് ഫേസ് ലൈറ്റ് നോക്കാം. ഓക്കെ സാർ, ഓക്കെ, നമുക്ക് നോക്കാം. എടുത്തു തുടങ്ങാം. ചെന്നിട്ട് കഴിയും. സാറേ ഈ വലത്തെ കൈ ഒന്ന് പൊക്കിയിട്ടേ ഇടത്തെ കാലൊന്ന് മുമ്പിലോട്ട് വെച്ച് അങ്ങനെ. അത് നിങ്ങള് മറ്റേ പാർട്ടിക്കാരോട് പറഞ്ഞാൽ മതി വലത്തെ കൈയും വലത്തെ കാലും വെക്കാൻ. നിങ്ങൾ ഇടത്തെ കൈ ഇടത്തെ കാലും പറയും. എന്റെ ശരീരത്തില് വലത് സൈഡ് തന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചേക്കാണ്, ഉപേക്ഷിച്ചേക്കണേണ്. മതി സാറിന്റെ സൗകര്യം പോലെ. അങ്ങനെ നിങ്ങൾ വലത് വേണമെന്ന് നിർബന്ധം പിടിച്ച് അത് ശരിയാവൂലല്ലോ. വേണ്ട, ഇടത്തെ കൈ പൊക്കിയാലും മതി. ഇടത്തെ കൈ പൊക്കിയാൽ മതി. നല്ലോണം ഉയർത്തണം. ഈ ചെറിയൊരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ ആഴ്ച ഒന്ന് വീഴുന്ന കൈ കുത്തി, അപ്പൊ പിന്നെ പൊങ്ങൂല. സാറേ ഇങ്ങനെ വെച്ചാലേ രസമുള്ളൂ സാർ. ആ കൈ കുഴപ്പമാണെങ്കിൽ ഈ കൈ ഉയർത്തിക്കൊടുത്തു. വലത് വേണ്ട, ഞാൻ ബുദ്ധിമുട്ടിയാലും ഇത് പൊക്കിയോളൂ. ഒന്ന് രാഘവ ഒന്ന് ചുമ്മാ നോക്കി നിൽക്കാതെ ഒന്ന് മെല്ലെ രാഘവ. അല്ല അയാളിങ്ങനെ നിന്നാൽ പിടിച്ചിട്ട് അയ്യോ അത് പറ്റില്ല. സാർ ഇവിടെ നോക്ക്, സാർ ഇവിടെ നോക്കും. ഒരെണ്ണെടുത്തു. എന്ത് വൃത്തിയാടാ ഇത്, നോക്കി മതി. സാറേ നമുക്കേ കുഴപ്പമില്ല, പക്ഷെ ഒന്നുകൂടെ ചിരി വരണം. ഇവിടെ കൈ വേദന എടുക്കുമ്പോ എങ്ങനെയാണ് ചിരിക്കണത്? ഒരു മനുഷ്യൻ വേദനിക്കുമ്പോ ചിരിക്കുവോ? ഫോട്ടോ എടുക്കണ്ടേ? ഒരു കാര്യം പറയാം, രാഘവൻ നന്നായിട്ട് ചിരിക്കും. അപ്പൊ രാഘവന്റെ ചിരി എടുത്ത് ഇടാൻ പറ്റുമോ എന്റെ ചിരിക്ക് പകരം? അത് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ എഡിറ്റിംഗ് ഒക്കെ പറ്റുമെന്ന് പറയുന്നുണ്ട്. സാറേ അങ്ങനെയല്ല സാറേ, നമ്മള് വയ്ക്കണ കട്ടൗട്ടർക്കൊക്കെ ഒരു ലൈഫ് വേണ്ടേ ആൾ. ഒരു പറയണ നിങ്ങൾ പെട്ടെന്ന് എടുത്തോണം. എനിക്ക് ചിരിയൊക്കെ ഞാൻ ഒരു കണക്കിനുള്ള ഒന്ന് കൈ ഉയർത്തി. നിങ്ങൾ റെഡിയല്ലേ? ഇതുപോലെ കൈ ഇതുപോലെ 2-3 ചിരി കാണിക്കൂ. ശരിക്കും എങ്ങനെയാണ് ഇത് പുറത്ത് കാണിച്ചത്? സാറേ ഒന്നുകൂടെ ഒന്ന് ഉള്ളിന്ന് വരട്ടെ സാറേ. ശരിക്കണം സാർ. ഇത് മാറ്റി പിടിക്കാൻ പറ്റുമോ? സാർ ഇയാൾക്ക് സന്തോഷമുള്ള വല്ല പരിപാടിയും കാണിച്ചു. എന്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, അത് പൊക്കി കാണിച്ചാൽ ചെലപ്പോ വീഴും, നോക്കിയാലോ? വല്ലതും പറയൂ. കാണിക്കാം. സാറേ ഓക്കെയാണ് സാറേ. ഇനി ചേട്ടൻ മാറിക്കോ, എടുക്കാം, നമുക്ക് ഫൈൻ എടുക്കാം. സാർ ഇങ്ങോട്ട് നോക്കണേ. സാറേ എന്നെ നോക്കിയാൽ മതി. സാറേ എന്നെ നോക്കണം. അടിച്ചോ.
ഓക്കെ എടുത്തോ ചിരിക്കും സാറേ. ചിരിക്കും. സാറേ ഇനി പതിനെ കൈ താഴ്ത്തിക്കോ. കൈ താഴ്ത്തിക്കോ. ആ, അത് പിന്നെ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും എഡിറ്റിംഗ് ഒക്കെ ചെയ്യണം. പിന്നെ അതൊക്കെ ചെയ്യുമല്ലോ സാറേ. പിന്നെ ഇന്ന് തന്നെ പ്രചരണത്തിന് ഇറങ്ങണം. ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് തന്നെ പടിഞ്ഞാറേക്കര പഞ്ചായത്തിലെ മീറ്റിംഗ്. കൃത്യസമയത്ത് എത്തണേ സാറേ. എന്നാ പിന്നെ ശരി സാർ. ഓ വലിയ പോരം. ഇതിന് ബുദ്ധിയില്ലേ? ചിരിക്കാറിഞ്ഞൂടെ? ഇവരൊക്കെയാണ് സാറ് നമ്മളെ ഭരിക്കാൻ പോണേ. എന്റെ മൊയ്തോ, സംഭവം എന്തായാലും ഇവിടെ വന്ന് കുത്തിരിക്കുമ്പോ കിട്ടണ ഒരു സന്തോഷവും സമാധാനം ഉണ്ടല്ലോ, അതൊന്ന് വേറെയാണ്. അല്ല, ഏത് കാലത്ത് തുടങ്ങിയിരിക്കും നമ്മൾ ഈ ഇരിപ്പ്? ഇപ്പൊ കച്ചവടാവാൻ പോവാന്നാ പറഞ്ഞത്. ആണോ? ഓ, അല്ലോ, അപ്പൊ പിന്നെ നമ്മളിങ്ങോട്ട് എടുത്തൂല. കുട്ടിക്കാലത്തേ ഇതാരപ്പൊ നമ്മളിരിക്കണടുത്ത് വന്ന് കുത്തിരിക്കണത്? നമ്മുടെ സുമേഷ് ചേട്ടനാണ്. എല്ലാ വർഷവും ഇലക്ഷനിൽ നിന്ന് തോക്കണ ഒരു മനുഷ്യല്ലേ സുമേഷ് ചേട്ടൻ. മൂപ്പരാണോ? മൂപ്പരത് ആ, എന്താ സന്യാസി ആയിക്കണോ? വിളിച്ചു നോക്കാം നമുക്ക്. സുമേഷ് ചേട്ടോ, സുമേഷ് ചേട്ടാ, സുമേഷ് ചേട്ടോ. അതെ. ആ, എന്താ ഇത് കഥ? ഇതെന്തപ്പോ ഈ വേഷത്തിൽ ഇവിടെ വന്ന് കുത്തിരിക്കണേ? ഞാൻ കഴിഞ്ഞ 3 പ്രാവശ്യം ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ വേണ്ടി നിന്നാണ്. നമുക്കറിയാലോ. അറിയാലോ. ഇപ്രാവശ്യം മത്സരിക്കാൻ സീറ്റ് ചോദിച്ചപ്പോ എനിക്ക് സീറ്റ് തന്നില്ല. പകരം വെറുതെ ഒരു ഞാജൂളുമായിരുന്നൊരു ചെറുക്കന് അവര് സീറ്റ് കൊടുത്തു. പ്യാരിജാതനെ. അവിടെ പ്യാരിജാതൻ. ആ, ഏതോ പ്രാന്തജാതൻ. അതിന്റെ പ്രതിഷേധം അത്. അതിന്റെ പ്രതിഷേധമാണ്. പനി സന്യാസാണ് നീ. ഇത് മാത്രല്ലാട്ടാ, തല മുണ്ടനം ചെയ്യാനും പോകുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പൊ ഈ തലയും മൊത്തടിച്ച് ഈ വേഷത്തിന് കഴിഞ്ഞുകൂടാൻ പോവാ. എന്നിട്ട് പൈനി രാമേശ്വരം ഒക്കെ പോയിക്കോളി. എവിടെയെല്ലാം പോകണ്ടെന്നോ അവിടെയൊക്കെ പോകും. അടച്ച റബ്ബേ, ഈ ഇലക്ഷൻ കഴിയുമ്പോ എന്തൊക്കെ കണ്ടുവരും നമ്മള്. അല്ല, തലപ്പം മൊട്ടടിക്കണ്ടോ? തീരുമാനിച്ചിട്ടില്ല. ഒരു തീരുമാനം ഇനിയിപ്പോ വരും. അതെ. പിന്നെ ഇരുന്ന് പ്രതിഷേധിച്ചോളി. ആ, പിന്നെ അത് തന്നെയാണ് എന്റെ തീരുമാനം. അതെ. നമ്മക്ക് അങ്ങോട്ട് പോവാ. തലപ്പം മൊട്ടടിക്കണ്ടെങ്കിൽ നിന്നിട്ട് കാര്യമില്ലല്ലോ. എന്നാ ശരി. ഇവിടെ ജയിച്ചവർക്ക് തന്നെ എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല. എന്നിട്ടാണ് തോറ്റവര്. ആ, അത് ഞാൻ കണ്ടടാ. അത് ടിവിയില് വാർത്തയിലും വരണുണ്ട്, ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ വരണുണ്ട്. അയാള് പോട്ടേന്ന്. അയാള് പോയ എവിടത്തോളം പോകും? 2 അവസരം കിട്ടിയതല്ലേ, പിന്നെ മരിക്കുന്നവരെ പാർട്ടിക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല ഇവിടെ പുതിയ തലമുറ വരണ്ടേ? ഇല്ല അതിലിഞ്ഞ് ചീറാപ്പൊന്നുമില്ല. സ്ഥാനാർത്ഥി ഞാൻ തന്നെ. ഇനി ഒന്നും നടക്കൂല. ഇല്ല കുഴപ്പമൊന്നുമില്ല. ഞാൻ അറിയിക്കാം. ഓക്കെ. ആ, സത്യ, നമ്മുടെ സുമേഷ് ഏട്ടൻ കാഷായ വസ്ത്രമൊക്കെ ധരിച്ച് കാശിക്ക് പോയത് അറിഞ്ഞു? അതിപ്പോ നമ്മുടെ ഒരു പ്രവർത്തകൻ വിളിച്ച് പറയാണ്. നന്ദിയേടല്ലേ അയാൾ കാണിച്ചത്. അതിപ്പോ സാറിന് സീറ്റ് കിട്ടി, പുള്ളിക്ക് സീറ്റ് കൊടുത്തില്ല എന്ന് പറയണത് അതിന്റെ പ്രതിഷേധാത്രേ. പ്രതിഷേധത്തിന്റെ അല്ല. എന്താന്ന് വെച്ചാൽ അയാൾക്ക് പാർട്ടി ഒരുപാട് അവസരം കൊടുത്തു. 2 തവണ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കി. പിന്നെ 2 തവണ ഈ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ അവസരം കൊടുത്തു. തോറ്റുപോയി. എന്തോ 14,461 വോട്ടിനാണ് ഈ ലാസ്റ്റ് തോറ്റത്. എന്നിട്ടും അയാൾക്ക് സീറ്റ് വേണമെന്നാ പറയണത്. എന്തിനാ കൊടുത്തിട്ട്? വെറുതെ ഒരു സീറ്റ് കളയാന്നല്ല. ഒരു കാര്യമില്ല. പിന്നെ പുള്ളി തോറ്റ സങ്കടത്തിൽ പുള്ളിയുടെ വൈഫിന് എന്താ ഇവനീ കാണിക്കണത്? സംസാരിക്കണൂടെ എനക്ക്? നോക്കി ചെയ്യണ്ടേ? അണ്ണാക്കിലല്ല കോലിട്ട് കുത്തണ്ടത്.
പുള്ളി തോറ്റ സങ്കടത്തിന് പാർട്ടിക്ക് ഭരണം കിട്ടിയപ്പോ ബാങ്കില് ഭാര്യക്ക് ജോലി കൊടുത്തു മോക്ക് ജോലി കൊടുത്തു ഇപ്പൊ മോളെ കെട്ടിച്ചേക്കണ അവിടെ ആ പയ്യന് ജോലി വേണമെന്ന് പറഞ്ഞിട്ട് പാർട്ടി അതും കൊടുത്തു. ഇതൊന്നും തൃപ്തിയല്ലാഞ്ഞിട്ട് ഇനി ഈ സീറ്റും വേണം, അല്ലെങ്കിൽ അയാളെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കണം. ആരും മൈൻഡ് ചെയ്തില്ല. എങ്ങനെ സീറ്റ് കൊടുക്കാനാ സത്യ? മൂത്രം പോണത് അറിയണില്ലേ? അടങ്ങി ഒതുങ്ങി നിൽക്കാൻ പറ്റുവാ? അല്ലെ ഞാൻ ഇറങ്ങി പോകട്ടെ. ആരാടി ഇവൻ? എന്താ നിനക്ക്? നീ ആരോടാ സംസാരിക്കണത് നിനക്കറിയാമോ? അല്ല, എന്താ നിന്റെ വിചാരം? നിന്റെ വിചാരം എന്താണ്? നിന്നോട് മര്യാദയ്ക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നല്ലേ? ആ പറ്റുമെങ്കിൽ ചെയ്യും, എല്ലാം ഇറങ്ങിപ്പോ. വന്നിരുന്നപ്പോ തൊട്ട് സത്യവനെ ഇറിറ്റേറ്റ് ചെയ്യാണ് ഇവൻ. ഞാൻ ഇറങ്ങി പോയിക്കോളാം. പോയിക്കോ, നീ പോയിക്കോ, നീ ചെയ്യണ്ട. പേരേട്ടാ, നിങ്ങൾ നിൽക്കുന്ന മണ്ഡലത്തില് 8 വോട്ട് എന്റെ കുടുംബത്തിൽ നിന്നാണ്, ഞാനടക്കം 9. പോയിക്കോട്ടെ. ഈ ഉണ്ണിയുടെ ഒരു കാര്യം ഞാൻ തമാശ പറയല്ലേ. ചെയ്തോ, നീ ചെയ്തോ. പറയണ്ടേ? ഇല്ല, ചെയ്തോട്ടെ. അല്ല, അവൻ ചെയ്തോട്ടെ, അവൻ ആവശ്യത്തിൽ ചെയ്തോട്ടെ. 8 വരെ കൊണ്ടും ചെയ്യിക്കണേ. അതെ പ്യാരി സാറേ, സംഗതി ഇപ്പോ സാറ് ചെറിയൊരു ചൂടനാണ്, അത് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇലക്ഷനാണ്, പ്രചരണത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് ആ ദേഷ്യം ഒന്നും മാറ്റി വെക്കണം. ഇല്ല, ദേഷ്യപ്പെടില്ല, അത് പെട്ടെന്ന്. അല്ല, അതൊക്കെ ശരി തന്നെ. നമ്മളിപ്പോ ഏത് പ്രദേശത്ത് ചെന്നിരുന്നാലും അവിടെയുള്ള ആളുകളുടെ ഒക്കെ പേരെടുത്തങ്ങ് വിളിക്കണം. MLA ആവാൻ പോകുന്ന ആള് നമ്മുടെയൊക്കെ പേര് ഓർത്തിരിക്കണുണ്ടല്ലോ എന്നുള്ള കരുതി അവരങ്ങ് സന്തോഷിക്കും. അതിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ എനിക്ക് ഈ മണ്ഡലത്തിലെ എല്ലാവരും പേര് വലിയ നിശ്ചയമില്ല. അത് വേണ്ടല്ലോ, അതെങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും സാറേ? അപ്പൊ നമ്മൾ ആ പ്രദേശത്തുള്ള ഏതെങ്കിലും ഒരാളെ സാറിന്റെ കൂടെ അങ്ങ് തരും. അപ്പൊ അങ്ങേര് പറയുന്ന പേര് സാറങ്ങ് പറഞ്ഞാൽ മതി. പിന്നെ ചില വീടുകളിലൊക്കെ കയറി ചെല്ലുമ്പോ ഇനിയിപ്പോ ഏതെങ്കിലും വീട്ടിലെ അമ്മച്ചിമാരാണ്, വയസ്സായിട്ടുള്ള ആളുകളാണെന്ന് വിചാരിക്കുക. അപ്പൊ നേരെ അവരുടെ കൂടെ അടുക്കളയിലേക്കൊക്കെ പോയിട്ട് കുളത്തുനിന്നോ കാലത്തുനിന്നോ ഒക്കെ അവർ ഇച്ചിരി വെള്ളമൊക്കെ എടുത്ത് അതൊക്കെ ഒന്ന് കുടിച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെ അവരുടെ കൂടെ അവരുടെ ആളാണെന്ന് അങ്ങ് തോന്നിപ്പിക്കണം. ഈ എല്ലാ വീട്ടിൽ നിന്നും വെള്ളം എടുത്ത് കുടിക്കേണ്ടി വരുമോ? എല്ലാ വീട്ടിൽ നിന്നും വെള്ളം എടുത്ത് കുടിക്കണമെന്നില്ല. ഇലക്ഷൻ കഴിഞ്ഞാൽ വെള്ളം കുടിക്കേണ്ടി വരും. പിന്നെ ചില വീടുകളിൽ നമ്മൾ ഉച്ച സമയത്തൊക്കെയാണ് ചെല്ലുന്നത് വിചാരിക്കുക. അപ്പോ നേരെ ഡൈനിങ് ടേബിളിലേക്ക് അങ്ങ് കയറിയിരിക്കണം. ചേച്ചി എടുക്ക്, ഭക്ഷണം എടുക്ക്, കഴിക്കട്ടെ, ഭയങ്കര വിശപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കൂടെ നിൽക്കണം. തരുമോ അവരത്? അവര് തന്നില്ലെങ്കിലും നമ്മളങ്ങ് എടുക്കല്ലേ.